മേഴത്തോൾ അഗ്നിഹോത്രി ഭാഗം 5. നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെ ബ്രഹ്മദത്തൻ്റെ വേളി ചുരുക്കത്തിലും ജയന്തൻ്റേത് ആർഭാടമായിട്ടും നടന്നു. മൂത്തയിടത്ത് നങ്ങയ്യ ബ്രഹ്മദത്തൻ്റെയും പാലുള്ളി തേതി ജയന്തൻ്റെയും ഭാര്യമാരായി. അവരെ കണ്ട് അമ്മ സന്തോഷിക്കുകയും ചെയ്തു. ഒരു ദിവസം രാവിലെ തേവാരങ്ങൾ കഴിഞ്ഞ് ബ്രഹ്മദത്തൻ അമ്പലത്തിൽ നിന്നിറങ്ങിയപ്പോൾ വൃദ്ധനായ രാമപിഷാരടിയും കൂടെ വന്നു. നടക്കുന്നതിനിടയിൽ പിഷാരടി നാട്ടിലെ വർത്തമാനങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചകലെ നിന്ന് ഒരു സ്ത്രീ പൊട്ടിക്കരയുന്ന ശബ്ദം ബ്രഹ്മദത്തൻ ശ്രദ്ധിച്ചു. കരയുന്ന സ്ത്രീയെ കൂടെയുള്ളവർ ശാസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം? ഓമനയുടെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ. നാട്ടുനടപ്പ് അനുസരിക്കാണ്ട് പറ്റുമോ? അതും കൂടി കേട്ടപ്പോൾ കരച്ചിലിൻ്റെ ശക്തിയും ഒച്ചയും വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഷാരടി, എന്താ അവിടെ ഒരു കരച്ചിലും ബഹളവും ശാസനയുമൊക്കെ? ബ്രഹ്മദത്തൻ ചെവി ഓർത്തുകൊണ്ട് ചോദിച്ചു. ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഷാരടി അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ബ്രഹ്മദത്തനും കൂടെ നടന്നു. കരയുന്ന കുട്ടിയുടെ കൂടെയുള്ളവരോട് കാരണം ചോദിച്ച ഷാരടിയോട് അവർ പറയുന്ന മറുപടി കേട്ടു. കുട്ടിക്കിടാവിന് 16 പ്രായം. ഇതേവരെ ഒരു നമ്പൂരിയും വേളി കഴിക്കാൻ വന്നില്ല. ദാ ഇന്ന് രാവിലെ തെരണ്ടു. ഇവിടെ കൊണ്ടിരിക്കാൻ പറ്റുമോ? നായാടികൾ അപ്പുറത്ത് പുഴക്കരെ നിൽക്കുന്നുണ്ട്. പുഴ കടത്തി വിടാനാണ് കൽപ്പന. അവർ കൊണ്ടുപോകും. അതുകൂടി കേട്ടപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കൂടുതൽ ഉച്ചത്തിലായി. കൂടെയുള്ളവരുടെ ശാസനയും അതോടൊപ്പം ഉച്ചത്തിലായി. അപ്പോൾ ഇനി ഒരടി മുമ്പിലേക്ക് വയ്ക്കരുതെന്നും ആ പെൺകുട്ടിയെ വേഗം തിരികെ കൊണ്ടുപോകണമെന്നും പറയുവാൻ ബ്രഹ്മദത്തൻ ഷാരടിയോട് പറഞ്ഞു. അയിനിനി ഇതിനെ ആ മണിക്കര് കേട്ടില്ല. എന്നാൽ എൻ്റെ ഇല്ലത്ത് നിൽക്കട്ടെ, ഞാൻ വെട്ടോളം, ബ്രഹ്മദത്തൻ പറഞ്ഞു. ആ ഇടിമുഴക്കം കേട്ട് ഷാരടി മാത്രമല്ല കുട്ടിയുടെ കൂടെയുള്ളവരും ഞെട്ടി. എന്നാൽ നിരപരാധിയായ ആ 16-കാരിയുടെ മനസ്സ് ഒത്തിരി സന്തോഷിച്ചു. അവളെയും പാണ്ഡ്യാല ഇല്ലത്തെ നടുമുറ്റത്ത് കുടിവെച്ചു. അങ്ങനെ അന്തഃപുരം നിറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. കുറേ കാലം ഒറ്റയ്ക്ക് കഴിഞ്ഞതല്ലേ, തേവാരവും നോമ്പും പ്രാർത്ഥനയുമായിട്ട്. ഇങ്ങനെയൊക്കെ ഒരു യോഗം ഉണ്ടാവൂ എന്ന് തന്നെ വിചാരിച്ചിരുന്നില്ല. അടുത്ത ഇല്ലങ്ങളിൽ നിന്ന് ബന്ധുക്കൾ കാണാൻ വരുമ്പോൾ ആ അമ്മ പറയും, എനിക്ക് എത്ര പൊറുതിയായി, 3 നാളും തരക്കേടൊന്നുമില്ല. എന്നാൽ ബ്രഹ്മദത്തൻ സമുദായത്തിനോട് കാണിച്ച ഈ ധിക്കാരം സമുദായ അംഗങ്ങൾ പോർത്തില്ല. അവർ ബ്രഹ്മദത്തനെയും പാണ്ഡ്യാല ഇല്ലത്തെയും സമുദായത്തിൽ നിന്ന് പുറത്താക്കി. ഒരു രാത്രിയിൽ ദേശത്തെ എല്ലാ നമ്പൂതിരി ഗ്രഹങ്ങളിൽ നിന്നും ആളുകളെയും കൂട്ടി ചൂട്ടും പന്തവുമായി പാണ്ഡ്യാല ഇല്ലത്ത് വന്ന് പോർവിളി നടത്തി. ബ്രഹ്മദത്തൻ ഒറ്റയ്ക്ക് പൂമുഖ വാതിൽ തുറന്ന് പന്തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. കൂസലില്ലാതെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്ത് വിളിച്ചു പറഞ്ഞാലും വേണ്ടിയില്ല. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയും ഇനി ഈ നാട്ടിൽ വിവാഹിതയാവില്ല. സംശയിക്കേണ്ട, അത് നടക്കില്ല. മക്കളെ പുഴ കടത്തിവിടുന്ന കാടത്തവും നടക്കില്ല. അങ്ങനെ ബ്രഹ്മദത്തൻ പെൺകിടാങ്ങൾക്ക് ഒരു പുതിയ വഴി തുറന്നു. മക്കളെ പുഴ കടത്തിവിടൽ നിർത്തി. എന്നാൽ ബ്രഹ്മദത്തൻ്റെ ആദ്യ ഭാര്യ നങ്ങയ്യയ്ക്കാണ് ജീവിതം പോയത്. ഈ പുതിയ ഭാര്യയുടെ വരവ് അവർക്കൊട്ടും രസിച്ചില്ല. എന്തിനിങ്ങനെ ഒരു വഴിമുടക്കി? സ്വന്തം ഭർത്താവിനോട് തന്നെ നങ്ങയ്യയ്ക്ക് അത്രയ്ക്കേ പ്രിയം തോന്നിയിട്ടുള്ളൂ. കുടിവെപ്പ് ദിവസം തന്നെ നങ്ങയ്യയ്ക്ക് മടുത്തു. ആകെ 4 പേര്, സദ്യ പോലുമില്ല. ഒരു സാധാരണ ഊണിൻ്റെ വട്ടം, വേളിയും കുടിവെപ്പും എന്നൊക്കെ ആവുമ്പോൾ താൻ എന്തൊക്കെ മോഹിച്ചിരുന്നു. ആളും തിരക്കും സദ്യയും. പുറത്തുനിന്നുള്ളവർ തന്നെ കുറേ ശ്രദ്ധിക്കണം, പ്രശംസിക്കണം. ഇവിടെ ഒന്നും ഉണ്ടായില്ല. എന്തിനോ കയറി വന്നു. എന്നാലോ പിറ്റേ ദിവസം അനുജൻ്റെ വേളി വളരെ ഗംഭീരമായി നടത്തുകയും. എന്താ എൻ്റെ ഇല്ലക്കാർ അത്ര മോശക്കാരാണോ? മടുത്തു, ഈ ജീവിതം തന്നെ മടുത്തു. ഇപ്പോൾ ഇതാ ഒരു 2ാം വേളിയും. കണ്ടാൽ ഒരു കാക്കക്കൂറത്തി. അങ്ങോട്ട് എന്ത് ചോദിച്ചാലും തലയൊന്നിളക്കും. ഇതിന് മിണ്ടാൻ വയ്യേ എന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ട്. ഏത് സമയത്തും സ്ത്രീലകത്ത് കടന്നിരുന്ന് ഭഗോതി ഭഗോതി എന്ന് തന്നെ. നങ്ങയ്യ പിന്നെയും സ്വന്തം ദുർവതിയെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരുന്നു. അമ്മാത്ത് ചെന്നപ്പോൾ സകലരും പറഞ്ഞു, നങ്ങയ്യയുടെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരാളെ കിട്ടിയത്. കണ്ടാൽ തന്നെ നമസ്കരിക്കാൻ തോന്നും. അത് കേട്ടപ്പോൾ താനൊന്ന് തുറച്ചു നോക്കി. നമസ്കരിക്കാൻ തോന്നുന്ന ഒരാളെ കിട്ടിയിട്ട് എന്ത് കാര്യം? എന്നാൽ ബ്രഹ്മദത്തൻ്റെ 2ാം ഭാര്യ പാപ്പിക്ക് ഭർത്താവ് ഈശ്വരനെ പോലെ ഒരാൾ തന്നെയാണ്. നായാടികളുടെ കൂട്ടത്തിലേക്ക് വിടാതെ തന്നെ രക്ഷിച്ച ആളല്ലേ.
എത്രയോ വലിയ ആള്. എന്തെല്ലാം ഭാരങ്ങളുണ്ട് അദ്ദേഹത്തിന്. അത്രത്തോളം ഓർത്താൽ അവർ പതുക്കെ എണീറ്റ് അറയിലെ അടപ്പുള്ള മരപ്പൊത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പൊതിയെടുത്ത് തുറന്നു നോക്കും. പകലൊക്കെ നോക്കാൻ പേടിയാണ്. ഏടത്തി കണ്ടുകൊണ്ടുവന്നാൽ പിന്നെ വലിയ വഴക്കാകും. ഇല്ലത്ത് നിന്ന് അമ്മ വന്നപ്പോൾ തന്ന ഒരു കോടിമുണ്ടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് ആ സമ്മാനം. ഒരു കട്ടി കസവ് പുടവയും സ്വർണമോതിരവും. തിരുവനന്തപുരത്ത് സഭ കഴിഞ്ഞു വന്നപ്പോൾ തനിക്ക് അദ്ദേഹം തന്നതാണത്. തന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ആദ്യമായി കാണുന്നത് അന്നായിരുന്നു. അന്ന് ഏടത്തി അവരുടെ ഇല്ലത്തേക്ക് പോയിരുന്നു. അദ്ദേഹം അടുത്തു വന്നു നിന്നപ്പോൾ ആകെ ഒരു വിറയലാണ് തോന്നിയത്. തേവര് മുമ്പിലെത്തിയതുപോലെ. തൻ്റെ പരിഭ്രമം മനസ്സിലാക്കിയിട്ടാവാം ഒന്നും ഇങ്ങോട്ട് ചോദിച്ചില്ല. ഈ പുടവയും മോതിരവും കയ്യിൽ തന്ന് അനുഗ്രഹിച്ചു. താനപ്പോൾ ആ കാൽക്കൽ നമസ്കരിക്കാനുണ്ടായത്. രാത്രികളിൽ ഈ കുട്ടി അറയിൽ ഒറ്റയ്ക്കാവുമ്പോൾ ആ രൂപവും ശബ്ദവും ആലോചിച്ചുകൊണ്ട് കിടക്കും. അതൊരു രക്ഷയാവാറുണ്ട്. എന്തെങ്കിലും മനസ്സുമുട്ട് വരുമ്പോൾ ജയന്തൻ്റെ ആത്തോമാര് തേദിയാണ് സമാധാനിപ്പിക്കാൻ എത്തുക. നല്ല തൻ്റെ ഇടമാണ് തേദിക്ക്. വേണ്ടാത്തതൊന്നും ആരെയും പറ്റി പറയില്ല. വേണ്ടതൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുക്കുകയും ചെയ്യും. ജയന്തനെയും കൂടി നന്നാക്കിയ തേദി. ഏടത്തിക്കും തേദിയെ ബഹുമാനമാണ്. മറ്റെല്ലാവരെയും നസ്യം പറഞ്ഞ് നടന്നാലും ഏടത്തി തേദിയെക്കുറിച്ച് നല്ലതേ പറയാറുള്ളൂ. ആ അന്തപുരം അങ്ങനെ എരിഞ്ഞും നീറിപ്പിടിച്ചും വീണ്ടും തണുത്തും കഴിയുമ്പോൾ ഒരു ദിവസം അമ്മ പൂമുഖത്തിൻ്റെ വാതുക്കൽ പകുതി തുറന്ന് പരിഭ്രമത്തോടെ ചോദിച്ചു, ആരാ? ബ്രഹ്മദത്തൻ അവിടെയുണ്ടോ? പാണ്ഡ്യാല ബ്രഹ്മദത്തനെ തമിഴകത്ത് വലിയ പണ്ഡിത സദസ്സിൽ വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചതിനാൽ അങ്ങോട്ട് പോകുവാൻ ഒരുങ്ങുകയായിരുന്നു അദ്ദേഹം. എന്നാലും വേഗം അകത്തേക്ക് വന്ന് ചോദിച്ചു, എന്താ അമ്മേ, എന്താ? അമ്മ ശ്വാസം തിക്കിക്കൊണ്ട് പറഞ്ഞു, അച്ഛന് വയ്യ. വിളിച്ചിട്ട് മിണ്ടണില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇരുവരും ഉടനെ അച്ഛൻ കിടക്കുന്നതിന് അടുത്തെത്തി. ബ്രഹ്മദത്തന് എല്ലാം മനസ്സിലായി. അച്ഛന് മരണസമയത്ത് ചെയ്യുവാനുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു. അനുജന്മാരെ കൊണ്ടും ചെയ്യിച്ചു. ബുദ്ധിമുട്ടാതെ തന്നെ അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ സംസ്കാരത്തിനൊരുങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, സംസ്കാരം ബ്രഹ്മദത്തൻ ചെയ്യണം. ആദ്യത്തെ പിണ്ടം വയ്ക്കലും ബ്രഹ്മദത്തൻ തന്നെ വേണം. അച്ഛൻ എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ബ്രഹ്മദത്തൻ ഒന്ന് സംശയിച്ചു. അധികാരമുള്ളവർക്കല്ലേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അമ്മ വീണ്ടും പറഞ്ഞു, സംശയിക്കേണ്ട, നീ തന്നെ അത് ചെയ്യണം. അമ്മയുടെയും മൂടിക്കിടത്തിയ അച്ഛൻ്റെയും കാൽക്കൽ നമസ്കരിച്ചിട്ട് ബ്രഹ്മദത്തൻ പറഞ്ഞു, ഞാൻ ചെയ്യാം. അങ്ങനെ അച്ഛൻ്റെ സംസ്കാരം ബ്രഹ്മദത്തൻ തന്നെ ചെയ്തു. എന്ത് ചെയ്തിട്ടും മാറാത്ത വയറുവേദന ഒന്ന് മാറ്റിത്തരണമെന്ന് പറയാനായി വൈദ്യനെ കാണാൻ പുറപ്പെട്ടതായിരുന്നു പങ്കുണ്ണി. കുണ്ടന്നൂർ പാടത്തെത്തിയപ്പോൾ കൂടെ വന്ന കോമപ്പനോട് പറഞ്ഞു, നോക്കു കോമപ്പ, വെട്ടും കേളയും തട്ടാതെ കട്ട കീറി കിടന്നേച്ച പാടല്ലേ ഇത്. ഇപ്പോൾ ഈ കതിരിൻ്റെ കനം നോക്ക്. പാണ്ഡ്യല തമ്പുരാൻ തൊട്ടതെന്താ നേരെയാവാത്തത്? വന്നേരി ചന്തലത്തെ തിരക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കുന്നംകുള ചന്തയിൽ വന്നേരിക്കാര് കടക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ തമ്പുരാൻ രായ്ക്ക് രാമാനം വന്നേരിയിൽ ഒരു ചന്ത അങ്ങോട്ട് തുടങ്ങി. അത് തന്നെ. തമ്പുരാൻ ആരെയും ചീത്ത പറയൊന്നുമില്ല. എന്നാലും തമ്പുരാൻ ഒന്ന് പറഞ്ഞാൽ ആരും അത് ചെയ്യാണ്ടിരിക്കുകയില്ല. എന്താ അതിൻ്റെ രഹസ്യം? രഹസ്യം എനിക്കറിയാം. നമ്പൂരിയാരുടെ അഹങ്കാരം തന്നെ. ശബ്ദം കേട്ട് പങ്കുണ്ണി ഒന്ന് തിരിഞ്ഞ് ഇടം കണ്ണിട്ട് നോക്കി. വട്ടച്ചിറ കുഞ്ഞുണ്ണി. അവൻ എന്ത് കാര്യവും അങ്ങനെ കാണാൻ കഴിയൂ. അമ്പലക്കുളത്തിൽ എല്ലാ ജാതിക്കാർക്കും കുളിക്കാം എന്നാക്കിയപ്പോഴും ഈ കുഞ്ഞുണ്ണിയും കൂട്ടരും തമ്പുരാനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്നു. നാട് കേടാക്കണത് ഇങ്ങനത്തോമാരാ. പങ്കുണ്ണി വടികുത്തി പതുക്കെ നടക്കുമ്പോൾ അവനവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, എന്തിലും ഏതിലും ദോഷം കാണുന്നവർക്ക് മനസ്സിന് സൗര്യം ഉണ്ടാവില്ല. പാണ്ഡ്യാല തമ്പുരാൻ ചെയ്യണ കാര്യങ്ങൾ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റണതാണോ? നീലാമ്പ്രക്കാവിനടുത്ത് ഊട്ട് തുടങ്ങിയപ്പോൾ പ്രമാണികളൊക്കെ കൂടി എത്ര ഒച്ചയുണ്ടാക്കി, എന്തു വഴക്കുണ്ടാക്കി. എന്നിട്ട് എന്തേ കാര്യം? തമ്പുരാന് കൂസലുണ്ടായില്ല. പണിയെടുത്ത് വലയുന്നവർക്ക് ഉച്ചയ്ക്ക് വയറ് നിറയ്ക്കാൻ പറ്റിയാൽ അത് ചെറിയ കാര്യം വല്ല ആണോ? അങ്ങനെ തന്നെത്താൻ പറഞ്ഞും ഉള്ളിൽ വിചാരിച്ചും പങ്കുണ്ണി നീങ്ങുമ്പോൾ മനക്കിലെ തൊടിയിൽ നിന്ന് മരം വെട്ടുന്ന ശബ്ദം കേട്ട് അവിടെ തന്നെ നിന്നു. ഇപ്പോൾ എന്തിനാ മനക്കിലൊരു മരം വെട്ട്? ഏന്തി വലിഞ്ഞു നോക്കി. ഒന്നും മനസ്സിലായതുമില്ല. അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മനക്കിൽ നിന്ന് ഗോയിന്നാര് ബന്ധപ്പെട്ട് വരുന്നത് കണ്ട് അടുത്തേക്ക് നീങ്ങി നിന്ന് ചോദിച്ചു, എന്താ ഗോയിന്നാരെ മനക്കിൽ വിശേഷം? നിങ്ങൾ അറിഞ്ഞില്ലേ? അച്ഛൻ തമ്പുരാൻ മുടിഞ്ഞെഴുന്നള്ളി.
പങ്കുണ്ണി ഒന്ന് ഞെട്ടി രണ്ടടി മുന്നിലേക്ക് നിന്ന് ചോദിച്ചു. എപ്പോഴേ? ഇന്നലെ അമ്പലത്തിലെ എഴുന്നള്ളത്ത് കണ്ടുല്ലോ. ഇന്നതാ ഇപ്പോ. ഒന്നും ഉണ്ടായില്ല, വേഗം കഴിഞ്ഞു. ഞാനേ ഓയ്ക്കൻ നമ്പൂതിരിയെ വിളിക്കാൻ പോവാണ്. പങ്കുണ്ണിക്ക് പടി കടന്ന് ഉള്ളിലേക്ക് പോകണമെന്നുണ്ട്. എന്നാലും പോയില്ല. ആലോചിച്ച് നിന്നു. ഒത്തിരി സഹായം ചെയ്ത ആളാ അച്ഛൻ തമ്പുരാൻ. എന്തെങ്കിലും ആവശ്യം വന്ന് എന്ത് ചോദിച്ചാലും ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും കിടക്കണ്ട, വേഗം കഴിഞ്ഞത് നന്നായി. ഇനിയിപ്പോൾ കണ്ടാൽ എന്താ, കണ്ടില്ലെങ്കിൽ എന്താ. പങ്കുണ്ണി നേരെ വൈദ്യൻ്റെ വീട്ടിലേക്ക് നടന്നു. രാത്രിയിൽ മുകളിലേക്ക് വന്നപ്പോൾ ബ്രഹ്മദത്തൻ ഭാര്യയായ നങ്ങയ്യയോട് പറഞ്ഞു, ഞാൻ യാഗം ചെയ്യുവാൻ തീർച്ചപ്പെടുത്തി. കേട്ടപ്പോൾ നങ്ങയ്യയ്ക്ക് കലി വന്നു. കൂടെ പത്നിയായിരിക്കേണ്ടത് താനല്ലേ? തീർച്ചയാക്കും മുമ്പ് തന്നോടൊന്ന് ആലോചിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. നങ്ങയ്യ തുറച്ചു നോക്കി നിന്നു. പിന്നെ ചോദിച്ചു, യാഗമൊക്കെ നിർത്തിക്കഴിഞ്ഞതല്ലേ, എന്തിനാ ഇനി അതൊക്കെ കുത്തിപ്പൊക്കണത്? നല്ല കാര്യങ്ങൾ തൽക്കാലം നിർത്തിയാലും പിന്നെയും തുടങ്ങാമല്ലോ. അദ്ദേഹം മറുപടി പറഞ്ഞു. കൂടെ ഇരിക്കാൻ പത്നി വേണ്ടേ? എന്നെ കൊണ്ടാവില്ല കുളിക്കാണ്ടേയും ഉണ്ണാണ്ടേയൊക്കെ ഇരിക്കാൻ. വേണമെന്നില്ല. ശ്രീരാമൻ സ്വർണം കൊണ്ട് പത്നിയെ ഉണ്ടാക്കി യാഗം ചെയ്തില്ലേ? അതുപോലെ ചെയ്യോ നിങ്ങളും? വേണ്ടി വന്നാൽ ചെയ്യും. അത് കേട്ടപ്പോൾ പിന്നെ നങ്ങയ്യ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യണ ആളാണല്ലോ, ചെയ്തോട്ടെ. അന്ന് പിന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അടുത്ത് കിടന്നിരുന്ന ഉണ്ണി കരഞ്ഞു. കരയട്ടെ, നങ്ങയ്യ എണീറ്റില്ല. ഉണ്ണി ഒരാളുടെ മാത്രമൊന്നുമല്ലല്ലോ. അറിയട്ടെ കുട്ടികളെ വളർത്താനുള്ള ബുദ്ധിമുട്ട്. ഉണ്ണിയുടെ കരച്ചിൽ കേൾക്കാതെയായപ്പോൾ നങ്ങയ്യ തിരിഞ്ഞു നോക്കി. അദ്ദേഹം മകനെ എടുത്തിരിക്കുന്നു. അടുത്ത് കിടത്തി ഉറക്കുകയാണ്. ഉണ്ണിക്കാണെങ്കിൽ അച്ഛനെ കണ്ടാൽ പിന്നെ ഒന്നും വേണ്ട. നല്ല നേരം നോക്കി എപ്പോഴെങ്കിലുമേ അദ്ദേഹം ഉണ്ണിയെ കാണുകയുള്ളൂ. എന്നാലും അവൻ അച്ഛനെ മതി. മുല കുടിക്കാൻ കൂടി തൻ്റെ അടുത്തേക്ക് വരില്ല. എന്ത് മന്ത്രവാദമാണോ അദ്ദേഹം ചെയ്യുന്നത്? ഇപ്പോൾ കുറച്ച് ദിവസമായി അദ്ദേഹം മുകളിലേക്ക് കിടക്കാൻ വരലും പതിവില്ല. രണ്ടാം ഭാര്യയുടെ കൂടെ ഇരുട്ടത്ത് എവിടെയെങ്കിലും കിടക്കുകയാവും എന്നാണ് വിചാരിച്ചത്. ഒരു ദിവസം അതറിയാൻ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് സകല ദിക്കും തിരഞ്ഞു. രണ്ടാളും കൂടി എവിടെ പോയി? ഒടുവിൽ പാപ്പിയെ കണ്ടു. കോണിച്ചുവട്ടിലെ ആ കുട്ടിമുറിയിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്നു. അപ്പോൾ അദ്ദേഹം എവിടെ? തിരിഞ്ഞപ്പോൾ പുറത്തെ തളത്തിൻ്റെ ഇടനാഴിയിൽ ഒരു മാടമ്പി വിളക്കിൻ്റെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഓലക്കെട്ടിൽ നിർത്താതെ എഴുതുന്നതാണ് കണ്ടത്. വേറെ ഗ്രന്ഥങ്ങളൊന്നും നോക്കുന്നു പോലുമില്ല. സ്വന്തമായി ആലോചിച്ച് എഴുതുകയാണ്. ഓലകൾ നിറച്ച് മാറ്റി മാറ്റി എഴുതി നിറയ്ക്കുന്നു. അഹസ് പറന്നപ്പോൾ പുറത്തേക്കൊന്ന് നോക്കി അങ്ങനെ തന്നെ കുളിക്കാൻ പോവുകയും ചെയ്തു. ഇങ്ങനെയും മനുഷ്യരുണ്ടാവുമോ? ഊണും ഉറക്കവും വേണ്ടാത്തൊരു മനുഷ്യൻ. ഇനിയിപ്പോൾ യാഗം കഴിച്ചു കൂട്ടേണ്ടേ എന്നായി നങ്ങയുടെ വിചാരം. വേണ്ടാത്ത ഓരോരോ പ്രാരാബ്ദങ്ങൾ വലിച്ചു കയറ്റി തലയിലിടുകയാണ്. എൻ്റെ ഒരു തലയിലെഴുത്ത്. അവർ തലയ്ക്ക് തല്ലി പിറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റ് അപ്പുറത്തേക്ക് പോയി. അവിടെ ഉണ്ണിമായ വന്നിട്ടുണ്ട്. ഉണ്ണിമായ വന്നാൽ പിന്നെ ഇവിടെയുള്ളവർക്കൊക്കെ ഉത്സവമായി.